ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടിയുടെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ, മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമയും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡലുള്ള മമ്മൂട്ടി കമ്പനി ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ എന്നാണ് ഞാൻ പറയുക. കാരണം കണ്ണൂർ സ്ക്വാഡ് ആ ഒരു ടൈപ്പ് ഒരു പടമായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂട്ടി ചെയ്യുന്നത്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഗൗതം വാസുദേവ് മേനോൻ. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ മലയാള സിനിമ എന്താണ്. പിന്നെ പുള്ളി ഏറ്റവും നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമ ആളെന്നെ സമ്മതിച്ചു. കാരണം നിങ്ങൾക്കറിയാലോ, ആളെ പല സിനിമകളും ഭയങ്കര ലാഗായി ഡിലേ ആയിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് റിലീസ്. കുറേ പടങ്ങൾ ഇനിയും കിടക്കുന്നുണ്ടല്ലോ, ഒരുപാട് ഇപ്പോഴും 8-9 വർഷമായി ഇപ്പോഴും റിലീസായിട്ടില്ല. സോ ഈ ഒരു പടം വേഗം തന്നെ, ഇത് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഇതാണെന്ന് അറിയാൻ പാടില്ല, എന്തായാലും വേഗം തന്നെ പടം റിലീസായി. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, നിങ്ങൾ അതിൻ്റെ ട്രെയിലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ ആ ഒരു ലേഡീസ് പേഴ്സ് അത് കിട്ടിയതിന് ശേഷം ആ ഒരു പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രൈമിലേക്ക് പോകുന്ന രീതിക്കാണ് ആ ഒരു പടത്തിൻ്റെ മെയിൻ ഒരു സ്റ്റോറി പോകുന്നത്. സോ ഈ ഡൊമിനിക് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറും പിന്നെ ആളുടെ ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ആൾ ആ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ആൾ ഈ ക്രൈംസ് എല്ലാം കണ്ടുപിടിക്കുന്ന രീതിക്ക് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് പടം. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങൾ തന്നെ ഇപ്പോൾ കുറേ അധികം മലയാളത്തിലും അല്ലാതെ തന്നെ നമ്മളിപ്പോൾ കുറേ കണ്ട് ശീലിച്ചതാണ്. അപ്പോൾ ഡയറക്ടറെ സംബന്ധിച്ച് ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റിക്കണം. അതായത് എന്താ പറയുക, ലാസ്റ്റ് ഇപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് അല്ലെങ്കിൽ ത്രില്ലർ പടങ്ങളിലില്ല. കാരണം നമ്മൾ തന്നെ ഏകദേശം ഇതേ ജേണേഴ്സുള്ള കുറേ പടങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു കഥ വരുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസാനം വരാം നമുക്ക് തന്നെ ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ തന്നെ കണ്ട് നമുക്കിങ്ങനെ ഏകദേശം മനസ്സിലാവും എന്തായിരിക്കും ലാസ്റ്റ് നടക്കാൻ പോകുന്നത്. സോ അത് അങ്ങനെ മനസ്സിലാവാൻ പറ്റാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഭയങ്കര രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇൻഡസ്ട്രി ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കഥ എഴുതുമ്പോൾ പോലും ഓഡിയൻസിൻ്റെ ലെവലിൽ ചിന്തിച്ചിട്ടാണ് അവരിപ്പോൾ ഒരു കഥ എഴുതുന്നത്. ആ ഒരു രീതിക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൻ്റെ കഥ ഗംഭീരമായിട്ടുണ്ട്. കാരണം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിനെ കറക്റ്റ് പിടിച്ച് പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ സിനിമക്ക് സാധിക്കുന്നുണ്ട്. ഇതൊരു സിമ്പിൾ സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും ആളെക്കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഓഡിയൻസിൻ്റെ മുന്നിലേക്ക്. പിന്നെയാണ് ഈ ഒരു പേഴ്സ്, നിങ്ങൾ ആ ട്രെയിലറിൽ ആ അമ്മച്ചി പറയുന്നതല്ലോ, അതായത് ഈ ഒരു പേഴ്സ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കളഞ്ഞ് കിട്ടി. അപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അങ്ങനെ പുള്ളി പോവാണ്. അങ്ങനെ അത് പോണ വഴിക്കാണ് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ എന്താ പറയുക ചുരുളഴിഞ്ഞ് ഇങ്ങനെ പോവും. ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, ഇതിപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളും അങ്ങനെയല്ല, കുറേ ആൾക്കാർ മുന്നിലിട്ട് വരും. എന്നിട്ട് നമ്മളിങ്ങനെ ഗസ് ചെയ്യുമ്പോൾ ഇവനായിരിക്കുമോ അത് ചെയ്ത്, അല്ലെങ്കിൽ അവളായിരിക്കുമോ അത് ചെയ്ത്, അങ്ങനെ ഭയങ്കര എന്താ പറയുക, നമ്മൾ മുന്നിൽ തന്നെ ഡയറക്ടർ കുറേ സംഭവങ്ങൾ ഇട്ട് വരും. പക്ഷേ ഇവരൊന്നും ആയിരിക്കൂല എന്ന് നമുക്കറിയാം. പക്ഷേ എന്നാൽ തന്നെ ഇതിലാരെങ്കിലും ആയിരിക്കുമോ നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിലെ ലാസ്റ്റ് വരുന്ന ട്വിസ്റ്റ് ഒരാൾക്ക് പോലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്വിസ്റ്റ് അല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഈ അടുത്തൊരു പടങ്ങളും കണ്ടിട്ടില്ല. അത് കാരണം എന്താ പറയുക, എക്സൈറ്റ് ചെയ്യിച്ചാൽ ഈ ഒരു സിനിമ, ഈ ഒരു പടം ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡ് പോകുന്ന ആ ഒരു ജേർണൽ പറയുന്നൊരു പടം അത് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് നല്ല രീതിക്ക്. ആ ഒരു കാര്യത്തിൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ജോണറായിട്ട് നല്ല രീതിക്ക് മാച്ചായി പോകുന്നുണ്ട് ഈ ഒരു സിനിമ. പിന്നെ മമ്മൂട്ടി ആണെങ്കിലും സിമ്പിളായ രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അല്ലാണ്ട് മറ്റേ ഭരത് രീതിയിലുള്ള അങ്ങനത്തെ രീതിക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറല്ല. ഭയങ്കര കാം സൈലൻ്റ് ആയിട്ടുള്ള രീതിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കഥ നല്ലൊരു കഥയായിരുന്നു. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ സ്ക്രീൻ പ്ലേയിൽ പല ഭാഗത്തും നല്ല പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമ മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് എനിക്കിതിൽ സ്പോയിലർ ആയ കാരണം എടുത്തു പറയാണ്ട് പറ്റുന്നില്ല, പല ഭാഗത്തും പല മിസ്സിങ്സ് സ്റ്റോറിയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, ഈ ഒരു ക്യാരക്ടർ ആൾ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെയായിരുന്നു, ചൈൽഡ്ഹുഡ് തൊട്ടേ അങ്ങനെയായിരുന്നു, അങ്ങനെ ആയ കാരണമാണ് ആൾ ഇപ്പം ഇങ്ങനെ ആയി മാറിയത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് ഇടയിൽ വേറൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ മനസ്സിലാവാത്ത രീതി സ്പോയിലേഴ്സ് പോലെ ആവാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. സ്പോയിലർ പോലെ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യാം, അല്ലാണ്ട് പറയുന്നത് നിർത്തിയില്ല. കാരണം ഭയങ്കര രീതിക്ക് പല ഭാഗങ്ങളിലും കഥ മിസ്സിങ് ഉണ്ട്. അതായത് പറഞ്ഞു പോകുന്ന, അതായത് ഈ സ്റ്റോറിയിൽ നേരത്തെ പറഞ്ഞു പോകുന്ന സംഭവങ്ങളും പിന്നെ പ്രസൻ്റ് ആയിട്ടും പല പോയിന്റ്സും ഒട്ടും ചേരണില്ല. അതായത് മുമ്പ് നേരത്തെ പറഞ്ഞ രീതിക്കല്ല പല സിറ്റുവേഷനിലും കാര്യങ്ങൾ നടക്കുന്നത്. അതെന്തോ പറ്റിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സ്റ്റോറിയിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിച്ചകൾ പറ്റിയ പോലുണ്ട്. പിന്നെ കഥ നല്ലതായിരുന്നെങ്കിലും തിരക്കഥ ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത് കാരണം കഥയോട്, അതായത് നല്ല കഥ ഉണ്ടായിട്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കഥ ഉണ്ടായിട്ട് പോലും
തിരക്കഥ കുറച്ചുകൂടി നന്നാക്കായിരുന്നു തോന്നി. അപ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു രീതിക്കുള്ളൊരു പടം, അത് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ പടമാണ്. പിന്നെ ഈ ഒരു പടം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതും നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ പോലെ ഇരിക്കും. ഇതിപ്പോൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭയങ്കര സൗണ്ട് സംഭവങ്ങളോ അങ്ങനെ ഒന്നുമില്ല, വിഷ്വലി വലിയ അങ്ങനെ എടുത്ത് പറയില്ല. കാരണം ഇതൊരു സിമ്പിളല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ പോകുന്നൊരു സിനിമയാണ്. അതിന് സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, ഇത് ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ പഠനമൊന്നുമല്ല. പക്ഷെ സിമ്പിളായിട്ട് തന്നെ രീതിക്ക് പോകുമ്പോൾ ലാസ്റ്റ് കുറച്ചധികം ട്വിസ്റ്റുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കുറച്ചും കൂടി ഓഡിയൻസൊക്കെ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ചർച്ചയാക്കാൻ പോകുന്ന സിനിമയായിരിക്കും. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനത്തെ പടങ്ങൾ ചൂസ് ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ച് എന്തായാലും വീണ്ടും ചർച്ചകളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എന്നെ സംബന്ധിച്ച് നോക്കുകയായിരുന്നെങ്കിൽ ഓക്കെ, നല്ലൊരു വാച്ച് ആയിരുന്നു, തിയേറ്റർ നല്ല വാച്ച് ആയിരുന്നു. പക്ഷെ ഒരു ഗംഭീര സിനിമ എന്ന് പറയാനില്ലെങ്കിൽ പോലും പക്ഷേ ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ പടം എക്സൈറ്റ് ചെയ്യുന്ന രീതിക്ക് എടുക്കാനായിട്ട് ഗൗതം വാസുദേവ് മേനോന് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജോണർ തന്നെ ട്രൈ ചെയ്യണം. പിന്നെ ആൾ മലയാളത്തിലെ ഫസ്റ്റ് പടം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അതിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി വെച്ചിട്ട് ആളൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് മലയാളി ഓഡിയൻസിന് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അടിപൊളിയായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ആളുടെ സംഭവം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ പടം എന്തായാലും തിയേറ്ററിൽ. സോ നിങ്ങളെന്ത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പല ഭാഗത്തും മിസ്സിങ്സ് എന്താ എനിക്ക് തോന്നിയെന്നുള്ളത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ സ്പോയിലേഴ്സ് മാത്രമായിട്ട് ചെയ്യാം. സിനിമ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ സ്പോയിലേഴ്സ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കണ്ടാൽ മതി. അത് കംപ്ലീറ്റ് സ്പോയിലേഴ്സ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.